മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ രോഹിത് ശർമ്മ ചാൻഡ് ഉയർത്തുകയും മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയെ കൂവുകയും ചെയ്യുന്നവരെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്താക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടിൽ വിശദീകരണവുമായി മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ. രോഹിത് ശർമ്മയ്ക്ക് പകരം ഈ സീസണിൽ മുംബൈ നായകനായ ഹാർദിക്കിനെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ആരാധകർ കൂവിയിരുന്നു. സീസണിൽ ആദ്യമായി മുംബൈയിൽ നാളെ ഹോം മത്സരത്തിനിറങ്ങുമ്പോഴും ഹാർദിക്കിനെതിരെ ആരാധകർ രംഗത്തെത്തുമെന്ന് സൂചനയുണ്ട്. ഇതിനിടെയാണ് ഹാർദിക്കിനെ കൂവുന്നവരെ നിരീക്ഷിക്കാൻ പ്രത്യേക പോലീസിനെ നിയോഗിച്ചുവെന്നും ഇവരെ കൂവുന്ന ആരാധകരെ സ്റ്റേഡിയത്തിൽ നിന്നും ഒഴിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ അഹമ്മദാബാദിൽ ഇറങ്ങിയപ്പോഴും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പോഴും കാണികൾ ഹാർദിക്കിനെ കൂവിയിരുന്നു. ടോസ് സമയത്തും മത്സരത്തിനിടയിലും ആരാധകർ ഹാർദിക്കിനെ കൂവുകയും രോഹിത് ശർമ്മ ചാൻഡ് ഉയർത്തുകയും ചെയ്തിരുന്നു. മുംബൈയിൽ ഹാർദിക്കിന് വലിയ കൂവലായിരിക്കും കേൾക്കേണ്ടി വരികയെന്ന് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി അടക്കം പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് രോഹിത് ചാൻഡ് ഉയർത്തുകയും ഹാർദിക്കിനെ കൂവുകയും ചെയ്യുന്നവരെ സ്റ്റേഡിയത്തിൽ നിന്ന് ഒഴിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. മറ്റൊന്ന്, IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് വിജയം. അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 163 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഗുജറാത്തിന് വേണ്ടി 36 പന്തിൽ 45 റൺസ് നേടിയ സായി സുദർശനാണ് ടോപ്പ് സ്കോറർ. ഡേവിഡ് മില്ലർ 27 പന്തിൽ പുറത്താവാതെ 44 റൺസ് നേടി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 36 റൺസ് നേടി. നേരത്തെ 3 വിക്കറ്റ് നേടിയ മോഹിത് ശർമ്മയാണ് ടോസ് നേടി ബാറ്റിങ്ങിനെത്തിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ താരതമ്യേന ചെറിയ സ്കോറിൽ ഒതുക്കിയത്.